എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇതാ ഇന്നൊരു സാധാ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ കറിയാണെങ്കിലും അതും നമുക്ക് അടിപൊളിയാക്കാം. എങ്ങനെയെന്നല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന സീസൺ വരുമ്പോൾ ചക്കപ്പഴം, മാമ്പഴം ഒക്കെ കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ മുരിങ്ങാക്കോലുണ്ടെങ്കിൽ ഇതുപോലെ ചക്കക്കുരുവൊക്കെ വെച്ചിട്ട് സാധാരണ ഒരു കറി എപ്പോഴും ഉണ്ടാക്കും. മിക്ക അമ്മമാർക്കും അറിയാം, വീട്ടിൽ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷേ അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ കൊണ്ടുവരാം കേട്ടോ. ഈ ചക്കക്കുരുവൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഗ്യാസ് ആണെന്ന് ഒഴിവാക്കും. പക്ഷേ ഗ്യാസ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ഒരു ട്രിപ്പ് ഞാൻ താളിപ്പിൽ കാണിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുക, ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഉള്ളിയൊക്കെ ചേർത്ത് വഴറ്റി പച്ചമുളക്, കറിവേപ്പ്, സാധാരണ ചെയ്യുന്ന എല്ലാം ഇത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, അതൊക്കെ എരിവിനനുസരിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി വഴണ്ടി വരുമ്പോൾ തക്കാളി ചേർക്കാം കേട്ടോ. തക്കാളി വഴറ്റി നല്ല ഉടഞ്ഞ് ചേരണം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സമയം വരുന്ന വരെ നമ്മൾ വഴറ്റാം. ഇപ്പോൾ ഈ ചക്കക്കുരുവൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് കയറ്റി അയക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഇത് ധാരാളം ഉള്ളപ്പോൾ നമ്മളതൊന്നും ഉപയോഗിക്കില്ല. പക്ഷേ അവിടെ നിന്ന് കൊണ്ടുപോയി അവർ വേറെ പ്രൊഡക്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മളതൊക്കെ വാങ്ങും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഉള്ള ഇതൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. കാരണം ഇതുപോലെ സുലഭമായിട്ട് കിട്ടുന്ന ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻ അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ചേർന്നിട്ട് മുരിങ്ങാക്കോലും ചക്കക്കുരും ചേർത്തിട്ടുണ്ട്. ഈ ചക്കക്കുരു പണ്ടൊക്കെ ഇതിൻ്റെ ബ്രൗൺ കളർ എടുക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് പറയണത് ക്യാൻസറിന് വരെയും പ്രിവെൻറ്റീവാണ്. ശരി, ഭക്ഷണമല്ലേ, നമ്മൾ കളയണ്ടോ, കഴിക്കാം. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഞാൻ ഒരു വിസിലിനാണ് വേവിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ വേവിച്ചോളൂ. എന്നിട്ട് അരപ്പ് ചേർക്കുക. അരപ്പ് റെഡിയാക്കണതും ഞാൻ കാണിച്ചിട്ടുണ്ട്. തേങ്ങ, അതിലേക്ക് കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരയണം കേട്ടോ. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അരപ്പ് മിക്സ് ജാറ് കഴുകണ വെള്ളം ഒഴിക്കുക. അതിലെ ചെറിയ ചൂടുവെള്ളം ഞാൻ എപ്പോഴും പറയുന്നതാണ്. പിന്നെ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഇടണം വേണ്ടി വന്നാൽ. പിന്നെ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് എന്ത് രസമല്ലേ കാണാൻ. ഇപ്പം തന്നെ വിശപ്പില്ലെങ്കിൽ ചോറിനാൻ തോന്നണില്ലേ. ഇനി ചോറൊന്നും അധികം കഴിക്കാൻ ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ തോരനുകളും അതും വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിച്ചോളൂ. ചോറ് കുറച്ച് കഴിക്കുക. അതിന് സൈഡായിട്ട് ഞാൻ ഒത്തിരി ദോശകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. റാഗിയുടെ, മില്ലറ്റ്സിൻ്റെ, പിന്നെ ഗോതമ്പ് ദോശ. പെട്ടെന്ന് മാവരയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെ ഒരു ദോശ ഉണ്ടാക്കാം, അതിനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കറിയുടെ ഒരു ഹൈലൈറ്റാണ് കേട്ടോ അതാണ് നമ്മുടെ കറി അടിപൊളിയാണെന്ന് നമുക്ക് തെളിയാൻ ഒരു കാരണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു മണമൊക്കെ വരും. കടുകൊക്കെ വറുത്തതായതുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും. കറിവേപ്പില വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിലൊരു ഉടമ്പുളി കണ്ടില്ലേ, അതാണ് ഞാൻ ചേർത്ത സീക്രട്ട് കേട്ടോ. ഈ തക്കാളിയുടെ പുളി മതിയെന്നുള്ളവർ ഇത് ചേർക്കണ്ട. പക്ഷേ ഈ ചക്കക്കുരു അങ്ങനെയൊക്കെ ഉള്ളത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഗ്യാസ് ഫോം ആവാതിരിക്കാൻ വേണ്ടി ഒരു കഷ്ണം ഉടമ്പുളി ചേർക്കണം, നല്ലതാണ് കേട്ടോ. ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് ചേർക്കണം. അതിൽ ധാരാളം മണ്ണ് പിന്നെ കളറൊക്കെ ചേർക്കും ഈ ആൾക്കാർ. ഒന്നും നമുക്ക് വെറുതെ കിട്ടൂലല്ലോ, എപ്പോൾ എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർത്തേ വരുള്ളൂ. അപ്പോൾ അത് നന്നായി വൃത്തിയായിട്ട് കഴുകി ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ആ പുളി മതിയെന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കിക്കോ. തക്കാളി ഇനി ഈ പുളി വേണ്ടാന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്തോളൂ. മാറിപ്പോയോ പറഞ്ഞതെന്നറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് കറിയൊക്കെ വയ്ക്കുക. അതായത് ഒരു സിമ്പിൾ കറി നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതൊക്കെ